ഒരു മെറ്റേണിറ്റി ഫോട്ടോഗ്രാഫ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുകയാണ്. ആ ചിത്രം പിറന്നത് വയനാട്ടിൽ നിന്നാണ്. ചിത്രം പകർത്തിയത് ആതിര ജോയ് എന്നു പേരുള്ള വനിതാ ഫോട്ടോഗ്രാഫറാണ്. ചിത്രത്തിൽ മോഡലായത് മുട്ടിൽ എന്നുള്ള സ്ഥലത്തുള്ള പഴശ്ശി കോളനിയിലെ ശരണ്യയും ഒപ്പം തന്നെ ഭർത്താവ് അനീഷുമാണ്. ഇതിൽ ശരണ്യയും ഒപ്പം തന്നെ ആതിരയും നമ്മോടൊപ്പം ചേരുകയാണ്. ആ കോളനിയിലാണ് ഞാനുള്ളത്. ആതിര, എങ്ങനെയാണ് ഇങ്ങനൊരു തീമിലേക്ക് എത്തുകയും ഇങ്ങനൊരു ഫോട്ടോയിലേക്ക് എത്താനുള്ള സാഹചര്യം എന്താണ്? ഞാനൊരു 3 വർഷമായിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ടിരിക്കുകയായിരുന്നു കരിയറിൽ. അപ്പം തിരിച്ച് വരാൻ നേരത്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിൽ പിന്നെ ഞാൻ കൂടുതലും മെറ്റേണിറ്റി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എറണാകുളത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഒരു 3 വർഷമായിട്ട് ഞാൻ നാട്ടിൽ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അവിടെയും കൂടുതലും പറഞ്ഞ പോലെ പൈസക്കാർ ആഷ് പോഷായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ മെറ്റേണിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും ചുറ്റിലും കാണുന്ന സാധാരണക്കാർ ഈ പറഞ്ഞ കോളനിയിലുള്ള ആൾക്കാരെല്ലാം കണ്ടപ്പോഴേക്കും അവർക്ക് ഇതുപോലെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അവർക്കും ഇതുപോലത്തെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാവത്തില്ലേ എന്നുള്ളൊരു ചിന്തയിൽ ചെയ്തതാണ്. ഇതിപ്പോൾ എത്ര കാലം മുമ്പ് ഷൂട്ട് ചെയ്തായിരുന്നു? ഇത് ഒരു 5 മാസം മുമ്പ് 5 മാസം മുമ്പ് ചെയ്തതാണ്. പിന്നെ ഇപ്പം ഒരു 5 മാസം മുമ്പ് ചെയ്തതാണ്. പിന്നെ ഔട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ ഒരു 1 വീക്ക് ആയിട്ടുള്ള പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആയത് എന്തുകൊണ്ടാണ് അങ്ങനെ? ഇല്ല, അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതിൽ എൻഗേജ്ഡ് ആയിപ്പോയി. പിന്നെ ഇപ്പോൾ ഇത് ഒരു വാട്ടർമാർക്ക് പോലും ഇല്ല. താങ്കളാണ് പടം എടുത്തതെന്ന് പോലും അറിയില്ല ആർക്കും. അതാണ് അവസ്ഥ. അത് ആ ഒരു എന്താ പറയുക, ഹരിബറി എന്ന് പറഞ്ഞ് ചെയ്തപ്പോഴേക്കും കൂടെ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ആളെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. രാഖില എന്നാണ് പേര്. ആള് വയനാടുകാരി തന്നെയാണ്, പക്ഷേ കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ടാണ് ആൾ നിൽക്കുന്നത്. അപ്പം ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഷൂട്ട് ചെയ്യണം, പക്ഷേ ഡസ്കി സ്കിന്നാണ്, അതിനെ വെളുപ്പിക്കരുത്, ഉള്ള സ്കിന്നിനെ ഒരിച്ചിരി ഗ്ലോ ചെയ്തെടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. ആ കുട്ടി വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുമുണ്ട്, രാഖില. അപ്പം ഇവളിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, ഇറക്കുന്നില്ലേ, പടം ഇറക്കണില്ലേ. അപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കുന്നത്. കാരണം ഞാൻ എൻ്റെതായ കുറച്ച് തിരക്കുകളിൽ പെട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഹരിബറി എന്ന് പറഞ്ഞ് ചെയ്തപ്പോഴേക്ക് വാട്ടർമാർക്ക് വയ്ക്കാൻ വേണ്ടി മറന്നുപോയി. പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത്, ശരി വാട്ടർമാർക്കൊന്നും വെച്ചിട്ടില്ല. അപ്പോഴേക്കും ഫോട്ടോസ് കയറി പോവുകയും ചെയ്തു. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് ഭയങ്കരമായിട്ട് വൈറലായി. പക്ഷേ ആർക്കും അറിയത്തില്ല ഇത് ആരാണ് ചെയ്തത്, ആരുടെ ഫോട്ടോസാണ്. പക്ഷെ പേജിൽ നിന്നുമല്ല ഷെയർ ആവുന്നത്, ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തർ വന്ന് അത് അവരായിട്ട് എടുത്തുകൊണ്ട് പോയി അവരുടെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ മിനിമം മെൻഷൻ പോലും ചെയ്യാണ്ടാണ് ഫോട്ടോസ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ശരണ്യയും അനീഷും സഹകരിച്ചു. അവർ ഭയങ്കര ഷൈ ആയിട്ട് നിന്നൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടു. എന്താണ്? അനീഷ് അടിപൊളിയാണ്. അനീഷ് ഇങ്ങനെ ചാടി നിൽക്കുന്നൊരു ചെക്കനാണ്. ഇവർ വെച്ചാൽ രണ്ടുപേരും ചെറിയ, ശരണ്യക്ക് എനിക്ക് തോന്നുന്നു 20 വയസ്സങ്ങനെ ഉണ്ടാവും, അനീഷിന് 21 വയസ്സുണ്ടാവും. അപ്പം പുള്ളി പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, കുറേയൊക്കെ സംസാരിക്കാൻ അറിയാം. പക്ഷെ ശരണ്യ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ഭയങ്കര സൈലൻ്റാണ്. ഇപ്പം ചിരിപ്പിക്കാൻ വേണ്ടി തന്നെ ഞങ്ങൾ ക്രൂ 5 പേരുണ്ടായിരുന്നു. ഞാൻ, എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നിഷേധ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫർ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് 5 പേര് 5 ഭാഗത്ത് നിന്നിട്ട് കോമഡി പറയും. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് ചിരിക്കും, ഞാൻ ഷട്ടർ ഇട്ടടിക്കും. അങ്ങനെയൊക്കെയാണ് ആ ഒരു പടം കിട്ടാൻ വേണ്ടിയിട്ട്. അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ പടത്തിന് വേണ്ടിയിട്ടും 4-5 പേരെ എഫേർട്ടാണ്. ഇവിടുന്നൊക്കെ ഓരോരോ ചളി പറയുമ്പോൾ ഇവക്ക് തോന്നിയേ ചിരിക്കും, ഇവക്ക് തോന്നിയില്ലേ ചിരിക്കത്തില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ആള് നേരെ നോക്കത്തില്ല, കണ്ണിങ്ങനെ വെക്കത്തുള്ളൂ. നമ്മൾ നേരെ നോക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അതിങ്ങനെ നോക്കും. ആൾ പോസ്, പക്ഷെ നോർമൽ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു മോഡലിനെ ചെയ്യുന്ന അത്രയും ഈസി അല്ല, അത് തന്നെ നമുക്ക് പാടാണ്. അപ്പം ഇതൊന്നും അറിയില്ലാതെ ആദ്യമായിട്ട് മേക്കപ്പ് എല്ലാം ചെയ്ത് ക്യാമറേൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു നാണവും നെർവസും എല്ലാം ഉണ്ടായിരുന്നു ശരണ്യക്ക്. ശരണ്യ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശരണ്യ ഇവിടെ തൊട്ടടുത്തുണ്ട്. ശരണ്യ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ശരണ്യ ഈ ആദ്യമായിട്ട് ആണോ ക്യാമറയുടെ മുമ്പിൽ വരുന്നത്? അതല്ലേ, എന്താ തോന്നിയത് ആ സമയത്ത്? പറയാം. ടെൻഷൻ തോന്നിയിട്ടുണ്ട്, പിന്നെ ഒരു പേടിയും പോലെ. ഇപ്പോൾ ഫോട്ടോ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോട്ടോ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? സന്തോഷം തോന്നി, ഒരു എന്തോ പേടി പോലെ തോന്നിയിട്ടുണ്ട്, എന്നാൽ ഭയങ്കര സന്തോഷമായി. ഇപ്പോ കുഞ്ഞെങ്ങനെയുണ്ട്? കുഞ്ഞ് ഉഷാറാണോ?
ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ തന്നെ ഉണ്ട് കുഞ്ഞല്ലേ. അനീഷ് എവിടെയുള്ളത്? അനീഷ് പോയോ? അനീഷ് പണിക്ക് പോയി. അനീഷ് എന്താ ചെയ്യുന്നത്? അനീഷ് വിളിക്കുമ്പോൾ പണിക്കൊക്കെ പോകും, കൂലി പണിക്കൊക്കെ പോകും. കാരണം എന്തെങ്കിലും ജോലി ഉണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? എന്തായാലും ഇനിയുള്ള പദ്ധതികൾ എന്തൊക്കെ പദ്ധതികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫിയിൽ? ഫോട്ടോഗ്രാഫിയിൽ ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഫസ്റ്റ് ആൾക്കാർ ശ്രദ്ധിച്ച ഒരു ഷൂട്ട് എന്ന് പറയുന്നത് ഒരു ന്യൂഡ് മെറ്റേണിറ്റിയാണ്, ഔട്ട്ഡോർ മെറ്റേണിറ്റി ആയിരുന്നു. അതിൽ നിന്നാണ് ആതിര ജോയ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. പിന്നെ ഇതേപോലെ ഒരു ബോഡി ആർട്ട് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ലെസ്ബിയൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ട്. പിന്നെ പാത്തു എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, കാലില്ലാത്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആൾക്ക് ഒരു വിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെ സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. എനിക്ക് സംസാരിക്കാൻ എൻ്റെ ആശയങ്ങൾ എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല. ആ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഫോട്ടോസിൽ കൂടി കൺവേ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ്. പിന്നെ കൂടുതലും മെറ്റേണിറ്റിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എല്ലാ ആശംസകളും. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് കോസ്റ്റ്യൂം തന്നത് സിവ മെറ്റേണിറ്റി വെയർ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ബൊട്ടീക്കാണ്. അവർ മെറ്റേണിറ്റി വെയർസ് മാത്രമാണ് അവർ ചെയ്യുന്നത്. അപ്പം എപ്പം ഞാൻ ഷൂട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ഞാനുമായിട്ട് കൊളാബ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഷൂട്ടിൻ്റെ സമയത്തും അവരുടെ മാനേജറുണ്ട് മനു എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ മനുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മനു എനിക്ക് 2 ദിവസം കൊണ്ട് സാധനം കിട്ടണം എന്ന് പറഞ്ഞു. അവൻ രാത്രി എറണാകുളത്ത് നിന്ന് നേരെ ബസ് കയറ്റി എനിക്ക് വയനാട് സാധനം എത്തിച്ചു തന്നു. അപ്പം ഈ മേക്കപ്പും ഫോട്ടോസും എല്ലാം പോലെ തന്നെ ആ കോസ്റ്റ്യൂമും ഇതിൽ വളരെ ഒരു ഇത് ഉണ്ട്. അപ്പം അവർക്കും വലിയൊരു താങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രൂ, രാഖി, നിഷേധേട്ടൻ, എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, എല്ലാവർക്കും. പിന്നെ ഇത് ഫോട്ടോസ് എടുത്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും. എന്തായാലും ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണ്. വലിയ പ്രചാരം ഈ ഫോട്ടോകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.